മൈ ഡിയർ സ്വീറ്റ് 70, നിനക്കൊരു കത്ത് എഴുതണമെന്ന് കുറേ നാളായി കരുതുന്നു. ഇന്നാണ് അതിനൊരവസരം കിട്ടിയത്. പിന്നെ ഞാൻ നിന്നെ ഇംഗ്ലീഷിൽ അഭിസംബോധന ചെയ്തതുകൊണ്ട് പരിഭവം വേണ്ട കേട്ടോ. എന്തെന്നാൽ സ്വീറ്റ് 70 എന്ന് പറയുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വർഷങ്ങൾക്ക് മുൻപ് കടന്നുപോയ സ്വീറ്റ് 17നെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തുവാൻ കൂടി ആവട്ടെ എന്ന് കരുതിയാണ്. ഞാൻ നിന്റെ അടുത്തെത്താൻ കുറേ നാളൊന്നും കാത്തിരിക്കണ്ട, ഏറിയാൽ ഒരു 3 വർഷം. എൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അറിയണ്ടേ? 65 വയസ്സുവരെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സ് എന്നോട് എപ്പോഴും മന്ത്രിക്കും, നിനക്കെന്തോ വരാൻ പോകുന്നുണ്ട്, കരുതിയിരിക്കണമെന്ന്. വളരെ ചിട്ടയായ ജീവിതം നയിക്കുന്ന എനിക്ക് രോഗങ്ങളെപ്പറ്റി ആകുലത ഉണ്ടായിരുന്നില്ല. പക്ഷെ വരാൻ പോകുന്നതിൻ്റെ തീവ്രത ഇത്രയും ഗൗരവതരമായിരിക്കുമെന്ന് കരുതിയില്ല. കോവിഡിന് ശേഷം ചില്ലറ വേദനകളൊക്കെ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് 40 വയസ്സിൽ ചെയ്തതുപോലെ 60 വയസ്സിൽ അടുക്കള ജോലി ചെയ്യരുത് എന്നാണ്. റെസ്റ്റ് വേണം. എവിടെ, നമ്മൾ പെണ്ണുങ്ങൾക്ക് തീരാധാരം തന്നതല്ലേ അടുക്കള. വയ്യെങ്കിലും എല്ലാം ഉണ്ടാക്കി മുന്നിൽ കൊടുത്താലോ? ഒരു നന്ദി വാക്ക് അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. വലിയൊരു രോഗത്തിന്റെ ചെറിയൊരു തുടക്കം എൻ്റെ ശരീരത്തിലുണ്ടെന്നറിഞ്ഞപ്പോൾ തളർന്നില്ല. ഒരിറ്റ് കണ്ണുനീർ പോലും വന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതിൽ നിന്ന് മുക്തി നേടാനും സാധിച്ചു. ആശ്വാസവചനങ്ങളുമായി കുടുംബവും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഞാനൊരു രോഗിയല്ല എന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കുവാൻ നിർത്തിവെച്ച സംഗീത പഠനം തുടർന്നു. 2 വർഷമായി നവരാത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നു. വാർദ്ധക്യത്തിലെ വിഷമതകളും രോഗങ്ങളും ഒരു പരിധിക്കപ്പുറം പോകാതിരിക്കാൻ നമ്മളുടെ ജീവിതം വീട്ടിനുള്ളിൽ തളച്ചിടാതെ കർമ്മനിരതരാകണം എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. ഇത്രയും കാലം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ചു. പകൽ വീടുകളും വൃദ്ധസദനങ്ങളും വയോജനങ്ങൾക്ക് ആശ്രയമാകുമ്പോൾ അവരുടെ കഴിവുകളെല്ലാം പുറത്തെടുത്ത് ഇനിയുള്ള കാലം അവനവന് വേണ്ടി ജീവിക്കണം എന്ന തോന്നലുണ്ടാക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും എഴുതാനുണ്ടെങ്കിലും തൽക്കാലം നിർത്തട്ടെ. 70-എത്തിയാലും നമ്മൾ തളരരുത്. സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്ത് അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കാം. കാലം നമുക്കായി കാത്തുവെച്ചത് എന്തെന്നറിയാൻ വയ്യല്ലോ. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തി ആരോഗ്യത്തോടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള തത്രപ്പാടിനിടയിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച സ്വന്തം കഴിവുകളെ പുറത്തെടുത്ത് മാറ്റുരയ്ക്കണം. ഇന്ന് 70 വയസ്സ് വലിയ കാര്യമല്ല. അതൊക്കെ അങ്ങനെ പോകട്ടെ. നമുക്ക് നേരിൽ കാണാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട് എനിക്ക്. തൽക്കാലം വിട. കാണണം എന്ന് സ്നേഹപൂർവ്വം അനിത രാജ്.